മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ 6ഉം 7ഉം തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ നൽകി, അവർ അങ്ങയുടേതാണ്, അങ്ങ് അവരെ എനിക്ക് നൽകി. ശക്തമായ ഒരു വചനമാണ് ഈശോ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നൽകുന്നത്. ആ വചനം എങ്ങനെയാ? അങ്ങ് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ നൽകി, അവർ അങ്ങയുടേതാണ്, അവരെ അങ്ങ് എനിക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജനിച്ചു. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്ന എവിടെ നിന്നാണെന്ന് വചനം പറയുകയാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നവരാ, നമ്മൾ ദൈവത്തിൻ്റെതാ. ഈശോ അതുകൊണ്ട് വ്യക്തമായിട്ട് പറയാണ്, ഇവർ അങ്ങയുടേതാണ്. നമ്മൾ ഓരോരുത്തരും ആരുടേതാ? ദൈവത്തിൻ്റെതാ. അത് ദൈവം ഈശോയ്ക്ക് നമ്മളെ കൊടുത്തിരിക്കുക. അതുകൊണ്ടാ പറയുന്നത്, അങ്ങ് അവരെ എനിക്ക് നൽകി. അപ്പോ നമ്മൾ യഥാർത്ഥത്തിൽ ആരുടേതാ? ഈശോയുടെ മക്കളാ, ഈശോയുടേതാണ്. നമ്മൾ ഓരോരുത്തരും ഈശോയുടേതാ. ഈ ലോകത്തിന്റെ അല്ല, ഈ ലോകത്തിലെ വ്യക്തികളുടെ അല്ല, പിശാചിന്റെ അല്ല, പാപത്തിന്റെ അല്ല, ഒന്നിന്റെയും അടിമത്തത്തിൽ കിടക്കേണ്ടവരല്ല നമ്മൾ. ഉപരിയായിട്ട് നമ്മൾ ഈശോയുടേതാ, ഈശോയുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഓരോ നിമിഷം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ബോധ്യം ഇതായിരിക്കണം: ഞാൻ ഈശോയുടേതാ. ഇതെനിക്ക് ചെയ്യാൻ കൊള്ളാമോ? ഇത് എനിക്ക് നല്ലതാണോ? ഇത് എന്റെ ഈശോയ്ക്ക് ഇഷ്ടപ്പെടുവോ? ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്ത് നടക്കേണ്ടവരല്ല, എങ്ങനെയെങ്കിലും ജീവിക്കേണ്ടവരല്ല നമ്മൾ. ഉപരിയായിട്ട് നമ്മൾ ഓരോരുത്തരും ഈശോയുടേതാ, സന്തോഷത്തിൽ ജീവിക്കേണ്ടതാ. ഈശോയ്ക്കെല്ലാം ഉണ്ട്. ആ എല്ലാം ഉള്ളവനായ ഈശോയുടെ കരങ്ങളിൽ നിന്ന് നമുക്കാവശ്യമുള്ളതെല്ലാം നമ്മൾ മേടിക്കണം. ഈശോ സർവശക്തനായ കർത്താവിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ നമ്മൾക്ക് ഈ ഒരു ബോധ്യം ഉണ്ടാവണം: നമ്മൾ ഈശോയുടേതാണെന്നുള്ള ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വചനം പറയുകയാണ്, അങ്ങ് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ നൽകി. ഈശോ നമുക്ക് തന്നതെന്താ? ദൈവത്തിന്റെ നാമം. പ്രിയപ്പെട്ടവര്, ദൈവത്തെ നമുക്ക് ഈശോ തന്നിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ദൈവത്തെ മുറുകെ പിടിച്ചോണ്ടാണ്. കാരണം നമുക്ക് സ്വർഗം തന്നിരിക്കുന്ന ദൈവത്തെയാ, മറ്റൊന്നിനെയല്ല. ഈ ലോകത്തിന്റെ ഒരു ശക്തിയെ നമ്മൾ കൂട്ടുപിടിക്കണ്ട, ഈ ലോകത്തിന്റെ ഒരു വ്യക്തികളെ നമ്മൾ കൂട്ടുപിടിക്കണ്ട, ഈ ലോകത്തിലെ ഒരു കാര്യത്തെയും നമ്മൾ കൂട്ടുപിടിക്കണ്ട. നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് ദൈവത്തെ മാത്രം, ഈശോയെ മാത്രമാണ്. കാരണം അവിടുത്തെ നാമമാണ് നമുക്ക് നൽകപ്പെടുക. നമ്മുടെ ഉള്ളിൽ കുറിച്ചു വെച്ചിരിക്കുന്ന നാമം ദൈവത്തിന്റെ നാമം. ഈ നാമം വഴി അല്ലാതെ നമ്മുടെ ജീവിതത്തിന് രക്ഷയില്ല. ഈ നാമം വഴി അല്ലാതെ നമ്മുടെ ജീവിതത്തിന് ഉയർച്ചയില്ല. ഈ നാമം വഴിയല്ലാതെ നമ്മുടെ ജീവിതത്തിന് സൗഖ്യമില്ല, വിടുതലില്ല. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് ദൈവത്തോട് ചേർന്നാണ്. നമ്മൾ ഓരോരുത്തരും നടക്കേണ്ട ദൈവത്തിന്റെ കരം പിടിച്ച. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. ഒരു തിന്മയും നമ്മളെ തൊടുകയില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ഈശോയുടേതാണ്. ആ ഈശോയുടെ നാമമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അത് മറന്നു പോകരുതേ. കരങ്ങളെ യാചനയോട് പിടിച്ച നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങള്, പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങള് ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് ഏൽപ്പിക്കുന്നു. എല്ലാ ദുരാത്മശക്തികളും ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ.
നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.